2026 കലണ്ടർ വർഷത്തിന്റെ ആദ്യ പാദത്തിൽ നിരവധി പുതിയ കാറുകളാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. പുതിയ ഡസ്റ്റർ, ഇ വിറ്റാര എന്നിവയുൾപ്പെടെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചില മോഡലുകൾ വരും ആഴ്ചകളിൽ വിൽപ്പനയ്ക്കെത്തും. ഇവ കൂടാതെ കുറച്ച് മിഡ് ലൈഫ് ഫേസ് ലിഫ്റ്റ് മോഡലുകളും പദ്ധതിയിലുണ്ട്. ഉടൻ പുറത്തിറങ്ങുന്ന 7 പുതിയ കാറുകൾ ഏതൊക്കെയെന്ന് നോക്കാം. മാരുതി സുസുക്കി ഇ വിറ്റാര. മാരുതി സുസുക്കി ഇ വിറ്റാരയെ ഇന്ത്യൻ വിപണിയിൽ ഇതിനോടകം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഔദ്യോഗിക ലോഞ്ച് പ്രതീക്ഷിക്കുന്നു. ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നീ 3 ട്രിം ലെവലുകളിൽ കാർ ലഭ്യമാകും. 49 kWh, 61 kWh എന്നീ 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ ഇതിൽ ഉൾപ്പെടുത്തും. ഒറ്റ ചാർജിൽ 543 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകുമെന്നാണ് ARAA അവകാശപ്പെടുന്നത്. ഹാർടെക്ട് ഈ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി ഇന്ത്യ സ്പെക് മോഡലിന് ഫ്രണ്ട് വീൽ ഡ്രൈവ് കോൺഫിഗറേഷൻ മാത്രമേ ലഭിക്കൂ. വലിയ 61 kWh ബാറ്ററി പാക്ക് ഓപ്ഷന് 172 bhp കരുത്തും 193 Nm പീക്ക് ടോർക്കും നൽകുന്ന പവർ ഔട്ട്പുട്ട് ലഭിക്കും. റെനോ ഡസ്റ്റർ. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റെനോ ഡസ്റ്റർ ജനുവരി 26-ന് ഇന്ത്യൻ വിപണിയിൽ അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ്. CMF-B പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ തലമുറ മോഡലിന് 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ കരുത്ത് പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് 154 bhp കരുത്തും 250 Nm പീക്ക് ടോർക്കും പുറപ്പെടുവിക്കുന്നു. സ്കോഡ കുഷാക് ഫേസ് ലിഫ്റ്റ്. സ്കോഡ കുഷാക് ഫേസ് ലിഫ്റ്റ് ഈ മാസം പുറത്തിറങ്ങാനിരിക്കുകയാണ്. പുതിയ മിഡ് സൈസ് SUV-യിൽ പുതുക്കിയ ഫ്രണ്ട് ഫാസിയ, പുതിയ അലോയ് വീലുകൾ, പുതുക്കിയ പിൻ പ്രൊഫൈൽ എന്നിവ ഉണ്ടായിരിക്കും. ക്യാബിനുള്ളിൽ പനോരമിക് സൺറൂഫ്, 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, ലെവൽ 2 അഡാസ് തുടങ്ങിയ പുതിയ സവിശേഷതകൾ ചേർക്കുന്നതിനൊപ്പം ലേഔട്ടിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. ഹുഡിനടിയിൽ സ്കോഡ കുഷാക് ഫേസ് ലിഫ്റ്റിൽ മാനുവൽ, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ ലഭ്യമായ പരിചിതമായ 1 ലിറ്റർ TSI, 1.5 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനുകൾ തുടർന്നും ലഭ്യമാകും. ടാറ്റ പഞ്ച് ഫേസ് ലിഫ്റ്റ്. ടാറ്റ മോട്ടോഴ്സ് ഇതിനോടകം തന്നെ പഞ്ച് ഫേസ് ലിഫ്റ്റിനെ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പുതിയ സെറ്റ് LED ഹെഡ്ലാമ്പുകൾ, സ്ലീക്ക് LED DRL, കണക്റ്റഡ് ടെയിൽ ലാമ്പ് സജ്ജീകരണം, പീക്ഡ് ബമ്പറുകൾ, പുതിയ സെറ്റ് അലോയ് വീലുകൾ എന്നിവയുൾപ്പെടെയുള്ള പുതുക്കിയ എക്സ്റ്റീരിയർ ഡിസൈൻ ഇതിൽ ഉൾപ്പെടുന്നു. 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ, പുതിയ ടർബോ പെട്രോൾ മോട്ടോറിന്റെ ഓപ്ഷനോടൊപ്പം പഞ്ച് ഫേസ് ലിഫ്റ്റിന് കരുത്ത് പകരുന്നത് തുടരും. ഫോക്സ്വാഗൺ ടൈറോൺ. ഫോക്സ്വാഗൺ അടുത്തിടെ ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ പുതിയ ഫ്ലാഗ്ഷിപ്പ് SUV ആയ ടൈറോൺ പുറത്തിറക്കിയിരുന്നു. 2026-ന്റെ ആദ്യ പാദത്തിൽ ഇത് ലോഞ്ച് ചെയ്യുമെന്നാണ് സ്ഥിരീകരിച്ചത്. കൂടാതെ അതിന്റെ സ്പോർട്ടി R-ലൈൻ വേഷത്തിൽ മാത്രമേ ഇത് വാഗ്ദാനം ചെയ്യൂ. 201 bhp കരുത്തും 320 Nm പീക്ക് ടോർക്കും പുറപ്പെടുവിക്കുന്ന പരിചിതമായ 2 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനാണ് ഇതിന് കരുത്ത് പകരുന്നത്. 7 സ്പീഡ് DSG ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ഇത് ജോഡിയാകുന്നു. ടൊയോട്ട അർബൻ ക്രൂസർ EV. ടൊയോട്ട തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് കാർ അർബൻ ക്രൂസർ EVയുടെ രൂപത്തിൽ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ജനുവരി 19-ന് ലോഞ്ച് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഈ ഇലക്ട്രിക് SUV ഇ വിറ്റാരയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ഇ വിറ്റാരയിൽ കാണുന്ന പരിചിതമായ 48.8 kWh, 61.1 kWh ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ അർബൻ ക്രൂസർ EVയിൽ ഉണ്ടാകും. കാറിന് ഒറ്റ ചാർജിൽ 500 കിലോമീറ്റർ വരെ ഓടാൻ കഴിയുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്.